നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 30/10/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/12/2025 വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മൊത്തത്തിൽ 4 നോട്ടിഫിക്കേഷനാണ് കേട്ടോ ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. 4 കാറ്റഗറി നമ്പറും ഉണ്ടാകും. കാറ്റഗറി നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ മുന്നോട്ടേക്ക് പറയാം. അപേക്ഷിക്കുന്ന മെത്തേഡ് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആദ്യം നോക്കാം. കേരള PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള യൂസർ ഐഡിയും പാസ്വേഡൊക്കെ ലഭിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിൽ യോഗ്യരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് PSCൻ്റെ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. 27,900 മുതൽ 63,700 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്. ആദ്യത്തെ കാറ്റഗറി നമ്പർ ശ്രദ്ധിച്ചിരിക്കുക, 431/2025. അപ്പോൾ ആ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ വിശ്വകർമ്മ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് തൃശ്ശൂരാണ് കേട്ടോ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട, യോഗ്യതയുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷിക്കുക. പിന്നെ വന്നിട്ട് 432/2025 ഹിന്ദു നാടാറാണ് കമ്മ്യൂണിറ്റി വന്നിട്ടുള്ളത്. കണ്ണൂരിലാണ് കേട്ടോ വേക്കൻസി റിപ്പോർട്ട്. കണ്ണൂരുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 433/2025 മുസ്ലിം വിഭാഗത്തിനാണ് കേട്ടോ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുസ്ലിം വിഭാഗത്തിനാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 434/2025 LCNA, അതായത് ലാത്തിൻ കത്തോലിക്സ് ആംഗ്ലോ ഇന്ത്യൻസിനാണ് വേക്കൻസി. അതായത് ആ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ളവർക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. അത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക. ഇതിൽ ഏതാണോ പറയുന്നത്, ജസ്റ്റ് ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് ചിലപ്പോൾ ഹിന്ദു നാടാറായിരിക്കും. അപ്പോൾ കണ്ണൂരുള്ള ഹിന്ദു നാടാർ എന്ത് ചെയ്യുക, ആ ഒരു വേക്കൻസിൻ്റെ കാറ്റഗറി നമ്പർ ഓർത്തിരുന്ന് നിങ്ങൾക്ക് അതിൻ്റെ വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് PSCൻ്റെ സൈറ്റിൽ കയറി അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. എല്ലാവർക്കും അപേക്ഷിക്കാം. പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രം ദി കാൻഡിഡേറ്റ് ബിലോങ് ടു സ്പെസിഫൈഡ് റിസർവേഷൻ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള സംഭവം ഇല്ലേ, അവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് മെൻഷൻ ചെയ്തതാണ്. 19 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. യോഗ്യത പറഞ്ഞിട്ടുള്ളത് +2 ആണ്. +2 പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ആൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഉയരവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ആൺകുട്ടികൾക്ക് 168 സെൻറ്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കേരള PSCൻ്റെ എക്സാം കഴിഞ്ഞാൽ ഏകദേശം 8 ഇവൻറ്റ്സ് ഉള്ള ഒരു ഫിസിക്കൽ ഐറ്റംസ്, അതായത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതിൽ 5 എണ്ണം നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാം. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, അതുപോലെ തന്നെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിംഗ്, പുള്ളപ്പ് ഓർ ചിന്നിങ്, 1500 മീറ്റർ ഓട്ടം. അപ്പോൾ ഈ പറയുന്ന ടൈമിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയൊക്കെ ഉള്ളിൽ ഈ കാണുന്ന ഇവൻറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏതെങ്കിലും 5 എണ്ണം മതി കേട്ടോ. ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും, ഫിസിക്കലി പാസ്സാവുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ഇൻഡുറൻസ് ടെസ്റ്റ് കൂടി വരുന്നതാണ്. ആൺകുട്ടികൾക്ക് 2 കിലോമീറ്ററാണ്. 2 കിലോമീറ്റേഴ്സ് ഓട്ടം ഇൻ 13 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വനിതകളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 9 ഐറ്റമുള്ള ഒരു ഫിസിക്കൽ ഇവൻറ്റ് നിങ്ങൾ, അതായത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. അതിൽ 5 എണ്ണമെങ്കിലും വനിതകൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, 200 മീറ്റർ ഓട്ടം, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, ഷട്ടിൽ റൈസ്, പുള്ളപ്പ് ഓർ ചിന്നിങ് വരുന്നുണ്ട്. പെൺകുട്ടികൾക്കാണ് കേട്ടോ പുള്ളപ്പ് ഓർ ചിന്നിങ് വരുന്നത്. അത് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിപ്പിങ്ങും വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ടൈം, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ കൗണ്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ തീർത്തിയാണ്. ഏതെങ്കിലും 5 എണ്ണം മതി. ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കലി പാസ്സാവുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. 2 കിലോമീറ്റർ ഓട്ടം ഓടി തീർത്താൻ 15 മിനിറ്റാണ് വനിതകൾക്ക് കിട്ടുന്നത് എന്നും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ PSCൻ്റെ വെബ്സൈറ്റിൽ കയറി വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.